Hi 8th. Today is very special day for us because we are going to start the very next chapter, that is cubes and cube root. After successful completion of the previous chapter, squares and square root, we are going to start the next chapter, cubes and cube root. So let us start with a silent prayer. And cubes and cube root. കഴിഞ്ഞ ചാപ്റ്ററിൽ many things we already discussed. What is squares? What is square root? What is the definition of perfect squares? How to calculate square root by using prime factorization? How to calculate square root by using long division? How to make a non-perfect square into a perfect square by multiplying a suitable number and by dividing a suitable number, by adding a suitable number, by subtracting a suitable number, isn't it? In order to make a non-perfect square into a perfect square by multiplying or by dividing, we have to use prime factorization and by depending upon the pairing, isn't it? Pairing complete ആക്കി ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി in order to make a non-perfect square into a perfect square by subtracting a suitable number, we have to go for long division method. So many things we have discussed in the chapter, many things, and I think I have uploaded nearly 9 or 10 videos to solve exercise question only, because I know that chapter is a much serious chapter, and today onwards we are going to start the next chapter. അപ്പം ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ടിനെ പറ്റിയിട്ട് ഇൻട്രോ എന്ന് പറയേണ്ട കാര്യമില്ല. ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നു, സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് നല്ലതുപോലെ അരച്ച് കലക്കി പഠിച്ച കുട്ടികൾക്കൊക്കെ ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ പഠിക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്. അതിൽ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് നന്നായി പഠിക്കാത്ത ചാപ്റ്റർ നന്നായി പഠിക്കാത്ത കുട്ടികൾക്ക് പൂ പറിക്കുന്ന ലാഘവത്തോടെ ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ പഠിച്ച കുട്ടികൾക്ക് നമുക്ക് നല്ല എളുപ്പത്തിൽ പഠിക്കാം. പഠിക്കാത്ത കുട്ടികൾ വീണ്ടും വീഡിയോകളൊക്കെ കണ്ടുപിടിച്ച് നല്ലതുപോലെ ഗ്രാസ്പ് ചെയ്ത് പഠിക്കുക. സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ടാണ് ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ടിൻ്റെ ബേസ്. ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ടിൽ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ടിൽ അപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പരിചിതമായിട്ടുള്ള മെത്തേഡുകൾ മാത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ല, അത് മാത്രമേ ഉള്ളൂ ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ടിൽ. അതാണ് പരമാർത്ഥം. സോ ഷാൽ വി ഗോ ഫോർ ദാറ്റ്? അപ്പോൾ നമ്മൾ ആദ്യം സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് പഠിച്ചതുപോലെ അതേ സ്ട്രാറ്റജി തന്നെയാണ് ഇത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ കോൺസെപ്റ്റ് മൊത്തം പഠിക്കുന്നു. അതുപോലത്തെ കോൺസെപ്റ്റ് അവിടെ സ്ക്വയർ പഠിക്കുമ്പോൾ ഇവിടെ ക്യൂബ് പഠിക്കും, അവിടെ സ്ക്വയർ റൂട്ട് പഠിക്കുമ്പോൾ ഇവിടെ ക്യൂബ് റൂട്ട് പഠിക്കും. അത്രയും മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ. ഓക്കെ, ഷാൽ വി? യെസ്, കം വിത്ത് മീ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇത്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. സോ ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട്. So let us start from the base, the first step of this chapter. That means we are going to define. So when we started squares and square root, we started by defining the headline of the chapter, squares and square root. No, what do you mean by square and what do you mean by square root? So just same as that, we are going to start this chapter also by defining the headline of the chapter, cubes and cube root. That means we are going to analyze what you mean by cube and what is the definition of cube roots. We are going to analyze that first. Then we will get what a base of this chapter. അതിൽ നിന്ന് നമുക്ക് പിടിച്ച് കാണാം. So cubes and cube root, shall we? Yes. So let us define what is the definition of cubes, or what is the real meaning of cube. ഇത്രയേ ഉള്ളൂ. കുറച്ച് നമ്പേഴ്സ് ഞാൻ എടുക്കാൻ പോവാണ്. 1 2 3 4 5 6 7 8 9 10. തൽക്കാലം നമുക്ക് 10 വരെ പഠിക്കാം അല്ലേ? 10 വരെ പഠിച്ചാൽ പോരെ. വേണമെങ്കിൽ നമുക്ക് 11 12 13 14 15 വരെ പഠിക്കാം. ഇത്രയും ഇത് കാരണം ക്യൂബ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ 20 വരെ ബൈ ഹാർട്ട് ചെയ്യാൻ പറയുന്നില്ല. സ്ക്വയർ ബൈ ഹാർട്ട് ചെയ്താൽ നമ്മൾ 15 വരെ ബൈ ഹാർട്ട് ചെയ്യുന്നു. ഓരോ നമ്പറിൻ്റെ ക്യൂബും. നമ്പേഴ്സ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്പേഴ്സും സ്ക്വയേഴ്സുമാണ് എഴുതിയത്. ഇവിടെ ഞാൻ എന്ത് എഴുതുന്നു? numbers and its cube. What? Numbers and its cube. Are you following me? Yes. കാരണം ഈ ചാപ്റ്ററിൻ്റെ പേര് ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ടാണ്. അവിടെ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ നമ്പേഴ്സും സ്ക്വയേഴ്സും എഴുതി. ഇവിടെ നമ്മൾ നമ്പേഴ്സും ക്യൂബ് എഴുതും. ഇനി ഫസ്റ്റ് നമ്പർ എന്താണ്? 1. അതിൻ്റെ ക്യൂബ് എന്താണെന്ന് നമുക്ക് നോക്കാം. 1ൻ്റെ ക്യൂബ് എന്താണ്? 1 ക്യൂബ് ഈസ് നോൺ ആസ്, ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1 raised to 3. ഈ 1ന് അത്യാവശ്യം നല്ല സൈസിൽ എഴുതുക. ഈ 3 ചെറുതാക്കി
റൈറ്റ് സൈഡിൽ മുകളിൽ 3 ചെറുതാക്കി എഴുതണം. 1/3. സോ നമ്പർ 1 ആണെങ്കിൽ ആ 1ൻ്റെ ക്യൂബ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we can write it as 1/3. In bracket you can write in a sentence. How we can read it? We can read it as what? 1/3 എന്ന് വായിച്ചുകൂടെ ഇതിനെ? 1/3 എന്ന് എഴുതാം. അല്ലെങ്കിൽ പിന്നെ എന്തെന്ന് വായിക്കാം? 1/3 എന്ന് വായിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെന്ന് വായിക്കാം? അല്ലെങ്കിൽ 1 ക്യൂബ് എന്ന് വായിക്കാം. ഇങ്ങനെ 3 രീതിയിലുള്ള റീഡിങ് സ്റ്റൈലുകളുണ്ട് ഈ 1 ക്യൂബിന്. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. നമ്പർ 1 ആണെങ്കിൽ അതിൻ്റെ ക്യൂബ് എന്താ വരിക? 1 ക്യൂബ്. ഹൗ യു ക്യാൻ റീഡ് ഇറ്റ് ആസ്? യു ക്യാൻ റീഡ് ഇറ്റ് ആസ് 1/3. യു ക്യാൻ റീഡ് ഇറ്റ് ആസ് 1/3 or 1/3 or 1 cube. 3 different ways of reading style is there for this number. It can be 1/3, it can be 1/3, it can be 1 cube, but I prefer, let us read it as 1 cube, as you wish. Okay, and ഇനി അടുത്തത് ഇപ്പോൾ വായിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായി. ഇനി 1 cube എന്താണെന്ന് അറിയണ്ടേ? 1 cube means 1 into 1 into 1. Multiply 1 how many times? 3 times. Suppose what do you mean by 1/4? Multiply 1 4 times. What is 3/4? Multiply 3 4 times. Just like that, 1/3. 3/4 is nothing but 3 into 3 into 3 into 3. എന്താണ് ഒരു 5/6? Multiply 5 6 times. That means 5 into 5 into 5 into 5 into 5 into 5. അങ്ങനെ അതേപോലെ തന്നെ 1/3 നമ്മൾ അപ്പോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ 3 ആയിട്ട് വരുന്നതിനെയാണ് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പവർ എപ്പോഴും എന്തായിരിക്കും? സ്ക്വയറിൽ 2 ആണ്. പക്ഷേ ക്യൂബിൽ എപ്പോഴും പവർ എന്തായിരിക്കും? 3 ആണ്. സോ 1ൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ 1/3. And you can read it as 1/3, 1/3 or 1 cube as you wish. And 1/3 is defined as 1 into 1 into 1. എന്താ 1 into 1 into 1? 1 into 1 എന്ന് വെച്ചാൽ 1. ആ 1നെ ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഗെയിൻ പിന്നെയും 1. അപ്പോൾ 1/3ൻ്റെ വാല്യൂ എത്രയാണ്? 1. അടുത്തത് 2. ഇനി ഞാൻ വായിക്കേണ്ട കാര്യമൊന്നും എഴുതേണ്ട കാര്യമില്ല, ഡയറക്റ്റ് പോകുന്നു. 2ൻ്റെ ക്യൂബ് എങ്ങനെ എഴുതുക? 2/3. ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദാറ്റ്? വാട്ട് യു മീൻ ബൈ 2/3? 2 ഇൻറ്റു ഏത് നമ്പറിൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ ആ നമ്പർ /3 ആണ് വരിക. സോ 2 ഇൻറ്റു ക്യൂബ് മീൻസ് 2/3. ദാറ്റ് മീൻസ് 2 into 2 into 2. വാട്ട് ഈസ് ദാറ്റ്? 2 into 2 4. 4 into 2 8. ചില കുട്ടികൾ 6 എന്ന് പറയും. വാട്ട് ഈസ് 2/3? 6. അവരെന്താ ചെയ്യുന്നറിയോ? ഈ 2ഉം 3യും കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് 2 into 3 6 എന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. അതാണോ? അല്ല. 2/3 എന്ന് വെച്ചാൽ 2 into 2 into 2 ആ. 2 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലാണ്ട് 2 into 3 6 അല്ല. 2/3 is 2 into 2 into 2. ഈ പവർ 3 എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് കാണിക്കുന്നത്. 3 പ്രാവശ്യം. 2 into 2 into 2. 2 into 2 into 2 is 8, not 6. Don't confuse that. 2 into 2 is 4. 4 into 2 is 8. അങ്ങനെ 8 കിട്ടി. അപ്പോൾ നിങ്ങൾ ഓരോ നമ്പറും അതിൻ്റെ ക്യൂബും ബൈ ഹാർട്ട് പഠിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കും എന്താണ് 2 ക്യൂബ്? അപ്പോൾ 8 എന്ന് പറയണം. എന്താണ് 1 ക്യൂബ്? 1 എന്ന് പറയണം. ഇനി അടുത്ത് 3 ക്യൂബ്. ക്യാൻ യു ടെൽ മീ വാട്ട് ഇസ് 3 ക്യൂബ്? 3 ക്യൂബ് ഈസ് നത്തിങ് ബട്ട് 3 into 3 into 3. വാട്ട് ഈസ് ദാറ്റ്? 3 into 3 9. 9 into 3 27. കണ്ടോ? അപ്പോൾ ഞാൻ നിങ്ങളോട് പെട്ടെന്ന് 3 ക്യൂബ് എന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയണം? 27. ഇനി 4 ക്യൂബ്. ക്യാൻ യു ടെൽ മീ ദാറ്റ്? 4 into ചില പിള്ളേർ പറയും 4 ക്യൂബ് ഈസ് 12 സാർ, ബിക്കോസ് 4 into 3 is 12. No, not like that. 4/3 is, or 4 cube or 4 power 3 is defined as 4 into 4 into 4. What is that? 4 into 4? 16. 16 into 4? 64. You just multiply it. 16 into 4. It will be 64. And what is 5 cube? 5 cube is nothing but 5 into 5 into 5. 5 into 5 is 25. 25 into 5. Multiply. You will get it as 125. So 5 cube is 125. In that way, you have to calculate the cube of each numbers. What will be 10? ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. 10 cube. 10 into 10 into 10. എത്രയാണെന്നറിയോ? 10 ക്യൂബ് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമുണ്ട്. അല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം, വഴിയിൽ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഓക്കെ, ഞാനത് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം നിങ്ങൾ 10 ക്യൂബ് എന്താണെന്ന് മനസ്സിലാക്കാം. 10 into 10 into 10. 10 into 10 is 100. 100 into 10 is 1000. 10 cube will be what? 1000. 10 into 10 is 100. 100 into 10 will be 1000. So 10 cube is 1000. In that way you have to proceed. And what will be 15 cube? 15 cube will be 15 into 15 into 15. 15 into 15 എന്താ? അത് നിങ്ങൾക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം 15 into 15 എന്ന് വെച്ചാൽ 15ൻ്റെ സ്ക്വയറാ അല്ലേ? 15 into 15 എന്ന് വെച്ചാൽ 15 സ്ക്വയർ അല്ലേ?
എന്താ 15 സ്ക്വയർ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. എന്താ 15 സ്ക്വയർ? ഹൂ ക്യാൻ സേ? യെസ്, യു ആർ റൈറ്റ്, 225. സോ 15 × 15 × 15 എന്ന് പറഞ്ഞാൽ 225 × 15 വരും. 225 × 15 എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ മക്കളെ? മതി, ചെയ്തു നോക്കുന്ന വേഗം. 15 × 15 എന്ന് വെച്ചാൽ 15 സ്ക്വയർ. കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് 225. അതിനൊരു 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15 ക്യൂബായി. ത്രീ ത്രീ സെവൻ ഫൈവ്. അങ്ങനെ ഇതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് ബൈ ഹാർട്ട് പഠിച്ചോളാം. ബൈ ഹാർട്ട് ഇറ്റ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് ക്യൂബ്. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫോർ യു, നോ. That's why I told you, no. If you know what is squares and square root, cubes and cube root will be an easy task for you. See, I think you understood. By heart പഠിക്കണം കേട്ടോ. ഞാൻ ചോദിക്കും, ലൈവ് ഇട്ടിട്ട് ചോദിക്കേ. Okay, so we have discussed what is cubes, and now we are going to discuss what is cube root. Shall we? Yes. So now it is a time to form one more table. നേരത്തെ ടേബിൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യരുത്, പുതിയ ടേബിൾ വരച്ചോളാം, സെപ്പറേറ്റ് ടേബിൾ വരച്ചോളാം. ഓക്കെ, സോ നമ്പേഴ്സ്, ക്യൂബ്സ്, ക്യൂബ് റൂട്ട്. നമ്പേഴ്സ് എന്താണ്, ക്യൂബ്സ് എന്താണെന്ന് നേരത്തെ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇതിൽ പുതിയൊരു ടേമും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു, ക്യൂബ് റൂട്ട്. കാരണം ക്യൂബ് എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ക്യൂബ് റൂട്ട് എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. കാരണം നമ്മൾ അവിടെ സ്ക്വയേഴ്സ് പഠിച്ചിട്ട് ഉടനെ നമ്മൾ എന്ത് പഠിച്ചു? സ്ക്വയർ റൂട്ട് പഠിച്ചു. ഇവിടെ ക്യൂബ് പഠിച്ചിട്ട് ക്യൂബ് റൂട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ഇത് ഇവിടെ ഞാൻ 10 വരെ എടുക്കുന്നുള്ളൂ. 10 വരെ എടുത്താൽ മതി. ഓക്കെ, സോ കാൽക്കുലേറ്റ്. ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. 1 ക്യൂബ് എന്താ? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1 ക്യൂബ്. ആൻഡ് വാട്ട് വാസ് ദാറ്റ്? 1. ഇനി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നോ, 1. ഇനി 2 ക്യൂബ് എന്താ? 2 ക്യൂബ്. വാട്ട് വാസ് ദാറ്റ്? 8. തൊട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത്. 3 ക്യൂബ് എന്താ? 3 ക്യൂബ്. വാട്ട് വാസ് ദാറ്റ്? 27. 3 × 3 × 3. 4 ക്യൂബ് എന്താ? 4 ക്യൂബ്. വാട്ട് വാസ് ദാറ്റ്? 64. 5 ക്യൂബ് എന്താ? 5 ക്യൂബ്. വാട്ട് വാസ് ദാറ്റ്? 125. നേരത്തെ കാൽക്കുലേറ്റ് ചെയ്താണ്. 6 ക്യൂബ് എന്താ? 6 ക്യൂബ്. വാട്ട് വാസ് ദാറ്റ്? ഐ ഫോർഗോട്ട്. അത് ഞാൻ മറന്നുപോയി. കാൽക്കുലേറ്റ് ചെയ്യണം. 6 × 6 36. 36 × 6 216 ആണെന്ന് തോന്നുന്നു. യെസ്, 216 ആണ്. 216. അതുപോലെ തന്നെ വാട്ട് വാസ് 7 ക്യൂബ്? ഇറ്റ് ഈസ് 7 ക്യൂബ്. വാട്ട് വാസ് 7 ക്യൂബ്? ഞാൻ വീണ്ടും മറന്നു. ചെയ്ത് നോക്കാം. 7 × 7 × 7. അപ്പോൾ 49 × 7 എന്ന് വരും. 343. വാട്ട് ഈസ് 343? ഐ തിങ്ക് ഇറ്റ് ഈസ് 343. അങ്ങനെ നിങ്ങൾ ഇതും കംപ്ലീറ്റ് ചെയ്യുക. 10 ക്യൂബ് എന്താണ്? 1000 ആണ്. ഓക്കെ, ഇത്രയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അത് കോപ്പി ചെയ്താൽ മതി വേറൊരു ടേബിളായിട്ട്. നേരത്തെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഇത് നിങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പകർത്തി എഴുതിയാൽ മതി. എന്ന് വെച്ചാൽ പഠിച്ചിട്ട് മനസ്സിൽ നിന്ന് ഓർത്ത് എഴുതിയിട്ട് നേരത്തെ ടേബിൾ നോക്കി കമ്പയർ ചെയ്യും. ഇത്രയും നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. വീണ്ടും നമ്മളൊന്ന് ആവർത്തിച്ച് എഴുതണം, നിർബന്ധമായിട്ട് എഴുതണം. നേരത്തെ ടേബിളിൽ ഒരു കോളം കൂടെ വരച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്തൊന്നും സംഭവിക്കില്ല. നിങ്ങളെ സ്കൂളിലോട്ട് വിളിപ്പിക്കാതെ തന്നെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി എന്താ ക്യൂബ് റൂട്ട് എന്താണെന്നറിയോ? എന്താണ് ക്യൂബ് റൂട്ട് എന്ന് വെച്ചാൽ 1 ക്യൂബ് എന്താ? 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. എന്ന് വെച്ചാൽ 1 ക്യൂബ് എന്താ? 1 ആണ്. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് ദിസ് 1 എന്ന് പറയുന്നതിൽ ഈ 1 ആയിരിക്കും. ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നു എന്ന് എനിക്കറിയാം. പക്ഷേ അടുത്തതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഉറപ്പാണ്. ഇനി ക്യൂബ് റൂട്ട് ഓഫ് 1 = 1 എങ്ങനെ മാത്തമാറ്റിക്കലി ഡിനോട്ട് ചെയ്യാമെന്നറിയോ? സ്ക്വയർ റൂട്ട് നമ്മൾ ചിഹ്നം എഴുതിയത് ഇങ്ങനെയല്ലേ? ഈ സ്ക്വയർ റൂട്ട് ചിഹ്നം വരച്ചിട്ട് ഇതിൻ്റെ ഇവിടെ വളരെ ചെറുതായിട്ട്, സ്കെച്ച് പെൻ എഴുതാൻ ബുദ്ധിമുട്ടാണ്, എങ്കിലും ഞാൻ എഴുതാൻ വളരെ ചെറിയതായിട്ട് 3 എന്ന് എഴുതുക. അതിനെയാണ് ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂബ് റൂട്ടിൻ്റെ ചിഹ്നം ഇതാണ്. സ്ക്വയർ റൂട്ടിൻ്റെ ചിഹ്നം തന്നെ ഇതിൻ്റെ ഇവിടെ ചെറുതാക്കി, വളരെ ചെറുതായിട്ട് ഈ ഒരു ഹോൾഡറില്ലേ, ഈ ഹോൾഡറിൻ്റെ ഉള്ളിൽ 3 ചെറുതാക്കി എഴുതുക. അതാണ് ക്യൂബ് റൂട്ടിൻ്റെ സിമ്പൽ. ദിസ് ഈസ് എ സിമ്പിൾ ഫോർ ക്യൂബ് റൂട്ട്. അപ്പം 1 ക്യൂബ് 1 ആണെങ്കിൽ ഈ 1 ക്യൂബ് റൂട്ടാണ് ഈ കിടക്കണ 1. അതായത് ക്യൂബ് റൂട്ട് ഓഫ് 1 = 1. കാരണം ഇവിടെ 2 1 ആയതിന് ചെറിയൊരു കൺഫ്യൂഷൻ വരും. 1 ക്യൂബ് 1 ആണെങ്കിൽ ഈ കിടക്കുന്ന 1 ക്യൂബ് റൂട്ടാണ് ഈ കിടക്കുന്ന 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി തരാം നിങ്ങൾക്ക്. ഇവിടെ മനസ്സിലാക്കാണ്ട് ഒന്നും ഒരു പരിപാടിയില്ല. 3 സ്ക്വയർ എത്രയായിരുന്നു? 9 കഴിഞ്ഞ ചാപ്റ്ററിൽ അല്ലേ? സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്. ഇനി ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട് പഠിച്ചു തുടങ്ങി. എന്നാൽ ഇനിയിപ്പോൾ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് മറന്നു കളയാമെന്ന് വിചാരിക്കരുത്. കാരണം 9th വളരെ 9th വളരെ അത്യാവശ്യമുള്ള കോൺസെപ്റ്റാണ് രണ്ടും. രണ്ടും നിങ്ങളുടെ മനസ്സിൽ വേണം. ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ടും സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ടും. 3 സ്ക്വയർ 9 ആയിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 9 എത്രയാണ്? 3. കാരണം എന്താ? 3 സ്ക്വയർ ചെയ്താലാണ് 9 കിട്ടുക. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞാൽ 3. അതുപോലെ തന്നെ
വൺ ക്യൂബ് എന്ന് വെച്ചാൽ 1. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? ഈ 1. അതാണ് ക്യൂബ് റൂട്ട് ഓഫ് 1 ഈക്വൽ 1 എഴുതിയ. ക്യൂബ് റൂട്ട് ഓഫ് 1 ക്യാൻ ബി റിട്ടൺ ആസ് ക്യൂബ് റൂട്ട് ഓഫ് 1. ദിസ് ഈസ് ദ സിമ്പിൾ. ക്യൂബ് റൂട്ട് ഓഫ് 1 ഈസ് 1. അടുത്തത് നിങ്ങൾ ക്ലിയർ ആവും. 2ൻ്റെ ക്യൂബ് എന്താ? 8. അങ്ങനെയാണെങ്കിൽ 8ൻ്റെ ക്യൂബ് റൂട്ടാണ് എന്ത്? 2. അതെങ്ങനെ ഡിനോട്ട് ചെയ്യും? ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, യു ഹാവ് ടു റൈറ്റ് ഇൻ വേർഡ്സ് ഓൾസോ. ക്യൂബ് റൂട്ട് ഓഫ് 8 ഈസ് ഈക്വൽ ടു 2. കാരണം എന്താ? 2ൻ്റെ ക്യൂബാണ് 8. അതിനെ ക്യൂബ് റൂട്ടിൻ്റെ ടേംസിൽ പറയുമ്പോൾ എങ്ങനെ പറയാം? ക്യൂബ് റൂട്ട് ഓഫ് 2 8 എന്ന് പറയുമോ? ഇല്ല. 2ൻ്റെ ക്യൂബാണ് 8, പക്ഷേ 8ൻ്റെ ക്യൂബ് റൂട്ടാണ് 2. ഐ റിപ്പീറ്റ്, 2ൻ്റെ ക്യൂബാണ് 8, 8ൻ്റെ ക്യൂബ് റൂട്ടാണ് എന്ത്? 2. അതാണ് ക്യൂബ് റൂട്ട് ഓഫ് 8 ഈസ് ഈക്വൽ ടു 2. അതാണ് ക്യൂബും ക്യൂബ് റൂട്ടും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായില്ലേ? ക്യൂബ് റൂട്ട് ഓഫ് 8 ഈസ് ഈക്വൽ ടു 2. ഇനി എങ്ങനെ മാത്തമാറ്റിക്കൽ ഡിനോട്ട് ചെയ്യും? ക്യൂബ് റൂട്ട് ഓഫ് 8 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ക്യൂബും ക്യൂബ് റൂട്ടും റിവേഴ്സ് പ്രോസസ്സാണ്, സ്ക്വയേഴ്സും സ്ക്വയർ റൂട്ടും പോലെ. ഒന്നുകൂടെ പറയുന്നു. അടുത്തത് നമുക്ക് പറയാം, 3ൻ്റെ ക്യൂബാണ് 27. അപ്പോൾ 27ൻ്റെ ക്യൂബ് റൂട്ടാണ് 3, അല്ലാണ്ട് 27ൻ്റെ ക്യൂബ് അല്ല 3. 27ൻ്റെ ക്യൂബ് എന്താ? ആർക്ക് പറയാം? 27ൻ്റെ ക്യൂബ് എന്താ? 27ൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ 27 ക്യൂബാണ്. അതായത് 27 × 27 × 27 മനസ്സിലായോ? അതാണ് ക്യൂബും ക്യൂബ് റൂട്ടും തമ്മിലുള്ള വ്യത്യാസം. ഒന്നുകൂടെ പറഞ്ഞുതരാം ഞാൻ. എന്താ അത് ഞാൻ വേറൊരു റിമാർക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് എഴുതിത്തരാം. ഓക്കെ. അപ്പോൾ 3ൻ്റെ ക്യൂബാണ് 27 എന്ന് പറഞ്ഞാൽ 27ൻ്റെ ക്യൂബ് റൂട്ടാണ് എന്ത്? 3. അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ക്യൂബ് റൂട്ട് ഓഫ് 27 ഈസ് ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ത് വരും? അപ്പോൾ നിങ്ങൾ എങ്ങനെ ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ആലോചിക്കണം? ദൈവമേ, ഏതിൻ്റെ ക്യൂബായിരുന്നു 64? ഇതാ 4ൻ്റെ ക്യൂബാണ് 64. അതുകൊണ്ട് ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് വെച്ചാൽ 4 ആയിരിക്കും. ഇനി ക്യൂബ് റൂട്ട് ഓഫ് 125 ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എന്താ ആലോചിക്കേണ്ടത്? ദൈവമേ, ഏത് നമ്പറിൻ്റെ ക്യൂബായിരുന്നു 125? അതാ 5ൻ്റെ ക്യൂബാണല്ലോ 125. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 125 എന്തായിരിക്കും? 5 ആയിരിക്കും. ഇപ്പം ടെക്നിക്ക് പിടുത്തം കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 6 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 7 ആയിരിക്കും. അങ്ങനെ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 1000 ചോദിച്ചാൽ നിങ്ങൾ എന്തെന്ന് ആലോചിക്കുക? ഏത് നമ്പറിൻ്റെ ക്യൂബായിരുന്നു 1000 എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 10ൻ്റെ ക്യൂബാണ് 1000. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 1000 എന്ന് വെച്ചാൽ 10 ആണ്. ഇനി ഞാൻ സെപ്പറേറ്റ് റിമാർക്കായിട്ട് എഴുതരാം. റിമാർക്ക്. ഇപ്പം ക്യൂബും ക്യൂബ് റൂട്ടും മനസ്സിലായി, അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ റിമാർക്കിലൂടെ നമ്മൾ എഴുതുന്നു. റിമാർക്ക് നിങ്ങൾ എഴുതണം. ഇതാ ക്യൂബ് ഓഫ് 20 എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം? ക്യൂബ് ഓഫ് 20 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്യൂബ് റൂട്ട് ഓഫ് 20 അല്ല, ക്യൂബ് ഓഫ് 20 എന്ന് പറഞ്ഞാൽ എന്താ? 20ൻ്റെ ക്യൂബ് എത്രയായിരിക്കും? 20 × 20 × 20 20 × 20 × 20 ചെയ്യാൻ എന്താണ്? 20 × 20 400 ആണെന്നറിയാം. നമ്മൾ നേരത്തെ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ടിൽ പഠിച്ചിട്ടുണ്ട്. ഇനി ആ 400ന് 20 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി വേറൊരു ഐഡിയ ഞാൻ പറയാം. 2 × 2 എന്താ? 4. 4 × 2 എന്താ? 8. 8 ഇട്ടിട്ട് എത്ര 0 ഇട്ടാൽ മതി എന്നറിയോ? 1 2 3 0 ഇട്ടാൽ മതി. നിങ്ങൾ വേണമെങ്കിൽ സോറി, ഞാൻ വീഡിയോ പ്ലേ ആയെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്തോ ഒരു ബ്രേക്ക് വന്നു. അതുകൊണ്ട് ഈ റിമാർക്ക് പറഞ്ഞപ്പോൾ മുതൽ നിങ്ങൾക്ക് റെക്കോർഡായെന്ന് എനിക്കൊരു സംശയം. ചിലപ്പോൾ റെക്കോർഡായിട്ടുണ്ടാവാം, പക്ഷേ ഞാൻ റിസ്ക് എടുക്കുന്നില്ല. ഞാൻ ഒന്നും കൂടെ പറയുന്നു, എനിക്കൊരു സംശയം അത് റെക്കോർഡായോ എന്ന്. അതൊക്കെയാണ് ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു ചെറിയ തകരാറ്. ഇത് ഓൾറെഡി റെക്കോർഡായെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇടയ്ക്കൊന്ന് സ്റ്റക്കായിപ്പോയി. അതാണ് റിമാർക്കാണ്. അടുത്ത റിമാർക്ക് നമ്മൾ എഴുതാൻ പോവാണ്. റിമാർക്കിലൂടെ നമ്മളിപ്പോൾ പഠിച്ച കാര്യം ഒന്ന് സ്ട്രോങ് ആക്കാൻ പോവാണ്. പറയുന്നത് ക്യൂബ് ഓഫ് 20 എന്നതാണ്. എന്താണ്? ക്യൂബ് ഓഫ് 20 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. എന്താണ് ക്യൂബ് ഓഫ് 20 എന്ന് വെച്ചാൽ 20 ക്യൂബ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 20 × 20 × 20 ചെയ്താൽ മതി. ഇനി 20 × 20 × 20 ചെയ്യാൻ പല ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. 20 × 20 എന്താണ്? 400. 400നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 8000 എന്ന് എഴുതാം. അല്ലെങ്കിൽ 20 × 20 × 20 ചെയ്യാൻ 0യിൽ അവസാനിക്കുന്ന നമ്പേഴ്സിനെ ഇങ്ങനെ ചെയ്യാൻ ക്യൂബ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ 2 × 2 എന്താ? 4. 4 × 2 എന്താ? 8. 8 ഇട്ടിട്ട് 1 2 3 zeros അങ്ങ് ആഡ് ചെയ്താൽ മതി. അങ്ങനെ 8000 എന്ന് കിട്ടും 20ൻ്റെ ക്യൂബ്. ഇതാണ് ക്യൂബ് ഓഫ് 20. ഇനി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 8000 ആണ്. ക്യൂബ് റൂട്ട് ഓഫ് 8000 എങ്ങനെ ഡിനോട്ട് ചെയ്യും? ക്യൂബ് ഓഫ് 8000 അല്ല, ക്യൂബ് റൂട്ട് ഓഫ് 8000 എന്ന് വെച്ചാൽ എന്താ?
ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ ക്യൂബല്ല, ഇതാണ് ഓപ്പറേഷൻ. ക്യൂബ് റൂട്ട് ഓഫ് 8000 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഏത് നമ്പറിനെ ക്യൂബ് ചെയ്താലാണ് 8000 കിട്ടുക അല്ലേ? ക്യൂബ് റൂട്ട് ഓഫ് 8000 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേർഡ്സിൽ വേണമെങ്കിൽ എഴുതി തരാം, മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. എന്താണ്? വിച്ച് നമ്പേഴ്സ് ക്യൂബ് ഗീവ്സ് 8000 എന്നാണ് അതിൻ്റെ അർത്ഥം. ക്യൂബ് റൂട്ട് ഓഫ് 8000 എന്ന് വെച്ചാൽ ഏത് നമ്പറിൻ്റെ വിച്ച് നമ്പേഴ്സ് ക്യൂബ് ഗീവ്സ് 8000 എന്ന് അർത്ഥം. അതായത് വിച്ച് നമ്പേഴ്സ് ക്യൂബ് ഗീവ്സ് 8000 എന്ന് വെച്ചാൽ ഏത് നമ്പറിൻ്റെ ക്യൂബാണ് 8000 തരിക. ഏത് നമ്പറിൻ്റെ ക്യൂബ് 8000 തരിക? 20ൻ്റെ ക്യൂബ്. അപ്പോൾ 20 ആണ് ആൻസർ. 20 ക്യൂബ് എന്ന് എഴുതി വെക്കരുത്, 20. ഏത് നമ്പറിൻ്റെ ക്യൂബാണ് 8000 തരിക? 8000 തരുന്നത് 20ൻ്റെ ക്യൂബാണ്. അതുകൊണ്ട് 8000ൻ്റെ ക്യൂബ് റൂട്ട് 20 ആണ്. 20 ക്യൂബ് എന്ന് എഴുതി വെക്കരുത്. സോ ക്യൂബ് റൂട്ട് ഓഫ് 8000 വിൽ ബി 20. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫോർ യു നോ. ഇനി സപ്പോസ് ക്യൂബ് ഓഫ് 8000 എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് എഴുതി വെച്ചോ. ക്യൂബ് ഓഫ് 8000 എന്ന് വെച്ചാൽ എന്താ? 20 ആണോ? അല്ല, ക്യൂബ് റൂട്ട് ഓഫ് 8000 20. ക്യൂബ് ഓഫ് 8000 എന്ന് വെച്ചാൽ 8000 ക്യൂബ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ എന്താ? 8000 ഇൻറ്റു 8000 ഇൻറ്റു 8000 ചെയ്യണം. അതെങ്ങനെ ചെയ്യുക? 8 × 8 64. 64 × 8 ചെയ്യുക നിങ്ങൾ ആദ്യം. 512. എന്നിട്ട് ഇവിടെ 3 0, ഇവിടെ 3 0, ഇവിടെ 3 0, 9 0, 1 2 3 4 5 6 7 8 9. ഇതാണ് നമ്പർ. ക്യൂബ് ഓഫ് 8000 ആണ്. പക്ഷേ ക്യൂബ് റൂട്ട് ഓഫ് 8000 എന്ന് വെച്ചാൽ 20യും ക്യൂബ് ഓഫ് 8000 എന്ന് വെച്ചാൽ ഇതും. അപ്പോൾ രണ്ടും തമ്മിലുള്ള ആനയും അണ്ണാനും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് നോ? I think it is clear. Let us write one more remark. So this is remark 1. One more remark. എങ്കിലേ നിങ്ങൾക്ക് കോൺസെപ്റ്റ് സ്ട്രോങ് ആവുള്ളൂ. നിങ്ങൾ വിചാരിക്കും ബോറടിക്കുന്നതിന് സാർ എത്ര പ്രാവശ്യം പറയുന്നത്. അതൊക്കെ നിങ്ങൾ സൗകര്യമുണ്ട് കേട്ടാൽ മതി. വളരെ വൃത്തിയായിട്ട് കേൾക്കുക. പറയുന്നത് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടും ചില കുട്ടികളെ സ്കൂളിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാന്ന് പോലും അവർക്ക് അറിയത്തില്ല. ചില സമയത്ത് അത്രയും പോലും മാച്ചുമായിട്ട് കണക്ഷൻ കിട്ടാത്ത കുട്ടികളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് മൊത്തം കേട്ടണം, എന്നിട്ടേ നിങ്ങൾ വീഡിയോ ഓഫാക്കാൻ പാടുള്ളൂ. ഇത് ഫസ്റ്റ് റിമാർക്ക്. ഐ വിൽ ഗീവ് യു വൺ മോർ റിമാർക്ക്. എനിക്ക് നിങ്ങളെ ബേസ് സ്ട്രോങ് ആക്കിയേ പറ്റുള്ളൂ, നിങ്ങൾക്ക് വേണ്ടെങ്കിലും. ഓക്കെ, സോ നെക്സ്റ്റ് റിമാർക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് ഞാൻ ഒരു റിമാർക്ക് കൊണ്ട് എഴുതി നമുക്ക് നിർത്താം. ഇപ്പം ലൈക്കിനോ ഒരു നമ്പേഴ്സ് ചൂസ് ചെയ്യാം നമുക്ക്. ഏത് നമ്പറെന്ന് ആലോചിക്കട്ടെ. 11 പറ്റി ആലോചിക്കാം. 11 പറ്റിയിട്ട് വാട്ട് ഈസ് ക്യൂബ് ഓഫ് 11? ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. ക്യൂബ് ഓഫ് 11 എന്ന് വെച്ചാൽ 11ൻ്റെ ക്യൂബ്, അത്രേ ഉള്ളൂ. 11 × 11 × 11. 11 × 11 121 ആണ് നമുക്കറിയാം. 121 × 11 കാൽക്കുലേറ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത്. എത്ര? 1331 അല്ലേ? 1331 ആണ് ക്യൂബ് ഓഫ് 11. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ക്യൂബ് റൂട്ട് ഓഫ് 1331 എന്ന് വെച്ചാൽ എന്താ? ഹൗ യു ക്യാൻ ഡിനോട്ട് ഇൻ മാത്തമാറ്റിക്കലി ക്യൂബ് റൂട്ട് ഓഫ് 1331. വാട്ട് വിൽ ബി ദാറ്റ്? ഏത് നമ്പറിൻ്റെ ക്യൂബാണ് 1331 കിട്ടുകയെന്ന്? ഏത് നമ്പറിൻ്റെ ക്യൂബാണ്? 11ൻ്റെ ക്യൂബ്. അപ്പോൾ 11 ആണ് ആൻസർ. 11 ക്യൂബ് എന്ന് എഴുതി വെക്കരുത്. നേരത്തെ നമ്മൾ കണ്ടല്ലോ 11ൻ്റെ ക്യൂബ് ചെയ്തിട്ടാണ് 1331 കിട്ടിയെന്ന്. അപ്പോൾ ക്യൂബ് റൂട്ട് ഐ റിപ്പീറ്റ്, ക്യൂബ് റൂട്ട് ഓഫ് 1331 വിൽ ബി 11. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫോർ യു. ഇനി നിങ്ങൾക്ക് ബേസിൽ ഒരു ഡൗട്ടും ഇല്ല. സോ ദിസ് ഈസ് യുവർ ബേസ്. ഇതാണ് നിങ്ങളുടെ ചാപ്റ്റർ. ഇതിനെ നമ്മൾ കുറച്ചും ഡെവലപ്പ് ചെയ്തെടുക്കുന്ന മാത്രമുള്ള ചാപ്റ്റർ. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ചാപ്റ്റർ. യു അണ്ടർസ്റ്റുഡ് ദ ബേസിക്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നല്ല കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചു. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. ഷാൽ ബി? യെസ്. അതെന്ന് പറഞ്ഞാൽ വേറൊരു റിമാർക്കായിട്ട് നിങ്ങൾ എഴുതിക്കും. റിമാർക്ക് 3. അതിന് നമ്മൾ സ്ക്വയറും ക്യൂബും കൂടി ഒന്ന് കമ്പയർ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ലൈക്ക് ഒരു നമ്പർ തരുവാണ്. സെലക്ട്, നിങ്ങൾക്ക് എഴുതാട്ടോ. സെലക്ട് എ നമ്പർ ആസ് -2 എടുത്തെന്ന് വിചാരിക്കാം. -2 എന്ന് സെലക്ട് ചെയ്യുക. ഒരു നമ്പർ -2 എന്ന് എടുത്തു. -2ൻ്റെ സ്ക്വയറും കാൽക്കുലേറ്റ് ചെയ്യണം നിങ്ങൾ. -2ൻ്റെ ക്യൂബും കാൽക്കുലേറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? -2 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയറും കാൽക്കുലേറ്റ് ചെയ്യണം. -2 എന്ന് പറയുന്ന നമ്പറിൻ്റെ ക്യൂബും കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ ഡിഫറൻസ് ഒന്ന് അനലൈസ് ചെയ്ത് വെക്കാം. -2ൻ്റെ സ്ക്വയർ എന്താ? -2 × -2 multiply -2 2 times. Isn't it? -2 × -2. What will be the answer? Minus plus 2 × 2 4. Answer will be +4. Any doubt? No. Then -2 cube എന്താ വരിക? Multiply -2 3 times. -2 × -2 × -2 no?
വാട്ട് വിൽ ബി ദ ആൻസർ? മൈനസുകൾ നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം. മൈനസും പ്ലസ്, ആ പ്ലസും ഈ മൈനസും കൂടെ പോയാൽ മൈനസാണ് വരിക. മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസാണ് വരിക. മൈനസും പ്ലസ്, ആ പ്ലസും ഈ മൈനസും കൂടെ ജോയിൻ ആയാൽ മൈനസാണ് വരിക. മനസ്സിലായി. ഇനി 2 × 2 4, 4 × 2 എന്താണ് 8. -8 ആൻസർ വരിക. മൈനസ് പ്ലസ് മൈനസ് പ്ലസ്, ആ പ്ലസും ഈ മൈനസും കൂടെ മൈനസ് 2 × 4 4 × 8 -8. അതായത് ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും ആൻസർ. പക്ഷേ ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും ആൻസർ. കൺക്ലൂഡ് അങ്ങനെയൊന്നും സെൻറ്റൻസിൽ എഴുതണ്ട, നിങ്ങൾ മനസ്സിലാക്കുക. ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും ഓൾവേസ്. എൻ ക്യൂബ് ഓഫ് നെഗറ്റീവ് നമ്പർ വിൽ ബി ഓൾവേസ് നെഗറ്റീവ് നമ്പർ. സോ ദിസ് ഈസ് യുവർ റിമാർക്ക് 3. ഓക്കെ, shall we go to the next session? So by discussing this session we will conclude. Okay, one more session, just 5 more minutes. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് ഒരു അഡ്വൈസ് തരാം. കാരണം അഡ്വൈസ് ഇതാണ്, നിങ്ങളിനി ഇപ്പം ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം കൺഫ്യൂഷൻ. എങ്ങനെ? സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ടിൽ പഠിച്ച കോൺസെപ്റ്റും ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ടിൽ പഠിച്ച കോൺസെപ്റ്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് സാമ്യമുണ്ട്, ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് അല്ലേ? പക്ഷേ കോൺസെപ്റ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതായിട്ട് കൺഫ്യൂഷൻ വരും. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാം? കൺഫ്യൂഷൻ വരുമ്പോൾ അപ്പം ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ടിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ടിൽ എങ്ങനെയാണ് ചെയ്തതെന്ന് ഓർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അപ്പം മറച്ച് നോക്കി ക്ലിയർ ചെയ്തോളാം. അത് തന്നെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ. കൺഫ്യൂഷൻ നല്ലതുപോലെ വരും, അവിടുത്തെ മെത്തേഡ് ഇവിടുത്തെ മെത്തേഡ് മാറിയൊക്കെ പോകും. അപ്പോൾ എക്സാമിന് അങ്ങനെ മാറിപ്പോകാൻ പാടുമോ? ഇല്ല. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? 10th വളരെ അത്യാവശ്യമുള്ളൊരു കോൺസെപ്റ്റാണ്. പഠിക്കുമ്പോൾ മാറിപ്പോകുമ്പോൾ അപ്പം തന്നെ പേജ് മറിച്ച് സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് നോക്കി ഡൗട്ട് ക്ലിയർ ചെയ്തോളാം, അല്ലെങ്കിൽ എന്നെ വിളിച്ച് ക്ലിയർ ചെയ്തോളാം. ഓക്കെ, സോ വെരി അർജൻറ്റ്. തോന്നും ഉറപ്പായിട്ട് തോന്നും. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എത്രയോ പ്രാവശ്യം തോന്നിയതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക്, നന്നായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ ഡൗട്ട് തോന്നും, അവർ ക്ലിയർ ചെയ്തോളാം. അപ്പം തോന്നുന്ന സമയത്ത് മറിച്ച് ക്ലിയർ ചെയ്തോളാം. എന്നിട്ട് 2 മെത്തേഡ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുക, നിങ്ങളുടേതായ ഐഡിയയിൽ താരതമ്യപ്പെടുത്തി മനസ്സിലാക്കുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ടിൽ നമ്മൾ പിന്നെ അടുത്തൊരു സെഷനായിരുന്നു പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഈ ചാപ്റ്ററിൽ വരുന്നത് എന്താണ്? പെർഫെക്റ്റ് ക്യൂബ്സ്. എന്തായിരിക്കും പെർഫെക്റ്റ് ക്യൂബ്സ് എന്ന് പറഞ്ഞാൽ അറിയുമോ? ക്യൂബ് റൂട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും പെർഫെക്റ്റ് ക്യൂബ്. ദ പെർഫെക്റ്റ് ക്യൂബ് മീൻസ് നമ്പേഴ്സ് ഹാവിങ് ക്യൂബ് റൂട്ട് ലൈക്ക്. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ വരുമ്പോൾ മനസ്സിലാവും. പെർഫെക്റ്റ് ക്യൂബ് എന്ന് വെച്ചാൽ നമ്പേഴ്സ് ഹാവിങ് ക്യൂബ് റൂട്ട് എന്നാണ് ഞാൻ എഴുതിയത്. നമ്പേഴ്സ് ഹാവിങ് ക്യൂബ്സ് എന്നല്ല, നമ്പേഴ്സ് ഹാവിങ് ക്യൂബ് റൂട്ട്സ്. നമ്പേഴ്സ് ഹാവിങ് ക്യൂബ് റൂട്ട്സ്. ക്യൂബ് റൂട്ട്സ് ഉള്ള നമ്പറിനെയാണ് പെർഫെക്റ്റ് ക്യൂബ്സ് എന്ന് പറയാം. കാരണം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയായിരുന്നു? ഒന്ന് ജസ്റ്റ് ഒരു റിവിഷൻ. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയായിരുന്നു? 1 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, കാരണം 1-ന് സ്ക്വയർ റൂട്ട് ഉണ്ട്, 1 ആണ്. 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, കാരണം 4-ന് സ്ക്വയർ റൂട്ട് ഉണ്ട്, 2 ആണ് 4-ൻ്റെ സ്ക്വയർ റൂട്ട്. 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, കാരണം സ്ക്വയർ റൂട്ട് ഓഫ് 9 is 3. 5 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, കാരണം എന്താ? 5-ന് സ്ക്വയർ റൂട്ട് ഇല്ല. അപ്പം 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, കാരണം സ്ക്വയർ റൂട്ട് ഓഫ് 16 is 4. അതൊക്കെയായിരുന്നു പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അപ്പം പെർഫെക്റ്റ് ക്യൂബ് എന്ന് വെച്ചാൽ എന്താ? സ്ക്വയർ റൂട്ടുള്ള നമ്പേഴ്സാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പം പെർഫെക്റ്റ് ക്യൂബ് എന്ന് വെച്ചാൽ എന്താ? ക്യൂബ് റൂട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും പെർഫെക്റ്റ് ക്യൂബ്. ഫോർ എക്സാമ്പിൾ 1 ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. കാരണം എന്താ? 1-ൻ്റെ ക്യൂബ് റൂട്ട് എന്താണ്? 1 ആണ്. അല്ലെങ്കിൽ ഈ 1-ന് ഒരു ക്യൂബ് റൂട്ട് ഉണ്ട്, അത് 1 തന്നെയാണ്. എന്തായാലും 1-ന് ക്യൂബ് റൂട്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് 1 ഒരു പെർഫെക്റ്റ് ക്യൂബായി. ഇനി അടുത്തത് 8 ഒരു പെർഫെക്റ്റ് ക്യൂബാണ്, കാരണം ക്യൂബ് റൂട്ട് ഓഫ് 8 ഉണ്ട്. ഏതാണ്? 2 ആണത്. ഇനി ഏതാ പറയാൻ പറ്റുമോ? 64 ഒരു പെർഫെക്റ്റ് ക്യൂബാണ്, കാരണം എന്താ? 64-നൊരു ക്യൂബ് റൂട്ട് ഉണ്ട്. എത്രയാണത്? 4 ആണ്. ആ ടേബിൾ ബൈ ഹാർട്ട് പഠിച്ച കുട്ടികൾക്കറിയാം. കൺഫ്യൂഷൻ വരാൻ തുടങ്ങി, എനിക്കറിയാം, നിങ്ങൾക്ക് നല്ലതുപോലെ ഡെപ്തി പഠിക്കുക. അടുത്തത് 27 ഒരു പെർഫെക്റ്റ് ക്യൂബാണ്, കാരണം എന്താ? ക്യൂബ് റൂട്ട് ഓഫ് 27 is 3. അല്ലെങ്കിൽ വേറൊരു രീതി പറയാം, 1 ഒരു ക്യൂബ് റൂട്ട് പെർഫെക്റ്റ് ക്യൂബാണ്, കാരണം എന്താ? 1 × 1 ചെയ്താൽ 1 കിട്ടും. 8 ഒരു പെർഫെക്റ്റ് ക്യൂബാണ്, കാരണം എന്താ? 2 × 2 × 2 ചെയ്താൽ 8 കിട്ടും. അല്ലെങ്കിൽ 2 ക്യൂബ് 8 ആണ്. 64 ഒരു പെർഫെക്റ്റ് ക്യൂബാണ്, കാരണം 4 × 4 × 4 ചെയ്താൽ 64 കിട്ടും, അഥവാ 4 ക്യൂബ് 64 ആണ്. 27 ഒരു പെർഫെക്റ്റ് ക്യൂബാണ്, കാരണം എന്താ? 3 × 3 × 3 അഥവാ 3 ക്യൂബ് 27 ആണ്. അതുകൊണ്ട് ബട്ട് യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ്, ബട്ട് 25 is not a perfect cube. Why? Because ക്യൂബ് റൂട്ട് ഓഫ് 25 അല്ലെങ്കിൽ 25-ൻ്റെ ക്യൂബ് റൂട്ട്
നോട്ട് എക്സിസ്റ്റിംഗ് ആസ് നോട്ട് എക്സിസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. നോട്ട് എക്സിസ്റ്റിംഗ് ആസ് എ ഓൾ നമ്പർ എന്ന് പറയാം കേട്ടോ ഞാൻ. നിങ്ങളിത് മനസ്സിലാക്കുക, ക്യൂബ് റൂട്ട് ഓഫ് 25 എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കുക. പക്ഷേ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് 25 കാൽക്കുലേറ്റ് ചെയ്യാം, കുറച്ച് ഡെസിമൽ വാല്യൂയും. പക്ഷേ നോട്ട് എക്സിസ്റ്റിംഗ് ആസ് എ ഹോൾ നമ്പർ, ഒരു പൂർണ്ണസംഖ്യയായിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 25 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ക്യൂബ് റൂട്ട് ഓഫ് 25 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെ പഠിച്ചോളൂ തൽക്കാലം. 25 ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 25 ഇത് പറഞ്ഞതുപോലെ എളുപ്പത്തിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് 25 ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല. പറയാൻ പറ്റുമോ? ക്യൂബ് റൂട്ട് ഓഫ് 25 ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ക്യൂബാണോ 25? അല്ല. അതുകൊണ്ട് 25 ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല. 25 ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. ബട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ എഴുതിക്കുക വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ബട്ട് 25 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ ആയിരുന്നു 25 കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചപ്പോൾ. കാരണം എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്തായിരുന്നു? 5 ആയിരുന്നു. ഇത് വേണേൽ ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. ഇത് ചുമ്മാ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടി പറഞ്ഞാൽ 25 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരുന്നു. കാരണം എന്താ? 25 ഒരു പെർഫെക്റ്റ് ക്യൂബല്ല, കാരണം 25 ക്യൂബ് റൂട്ടില്ല. പക്ഷേ 25 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, കാരണം സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്താണ്? 5 ആണ് കഴിഞ്ഞ ചാപ്റ്ററിലെ വിവരം. പക്ഷേ ഈ ചാപ്റ്റർ അനുസരിച്ച് 25 ഒരു പെർഫെക്റ്റ് ക്യൂബല്ല. അപ്പോൾ ഇങ്ങനത്തെ കൺഫ്യൂഷനൊക്കെ വരും. ഒരു കാര്യം കൂടെ പറയട്ടെ, അപ്പം ഇത് വേണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എഴുതിക്കോളൂ. ഇനി സെക്കൻഡ് ഒരു കാര്യം കൂടെ, ഇതൊക്കെ വേണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ചാപ്റ്റർ പൂർണ്ണമാവുള്ളൂ. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു കാര്യമില്ലല്ലോ. അടുത്തത് നെക്സ്റ്റ്, ഇനി നിങ്ങൾ ആലോചിക്കാം. 8 ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. കാരണം എന്താ? ബിക്കോസ് ക്യൂബ് റൂട്ട് ഓഫ് 8 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എത്രയാണ്? 2 ആണ്. 2ൻ്റെ ക്യൂബായി 8 അല്ലേ? ബട്ട് 8 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. കാരണം 8ൻ്റെ ഒരു സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. 8 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ഇങ്ങനെയൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കണം. അപ്പോൾ പെർഫെക്റ്റ് ക്യൂബ് എന്താണെന്ന് മനസ്സിലായല്ലോ. ക്യൂബ് റൂട്ടുള്ള നമ്പേഴ്സിനെയാണ് പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 1, 8, 64, 27. അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ക്യൂബായിട്ട് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ്, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ക്യൂബായിട്ട് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് ലൈക്ക് 1, 8, 64, ബിക്കോസ് 8 ക്യാൻ ബി റിട്ടൺ as 2 ക്യൂബ്, 64 ക്യാൻ ബി റിട്ടൺ as 4 ക്യൂബ്, 27 ക്യാൻ ബി റിട്ടൺ as 3 ക്യൂബ്. അങ്ങനെയുള്ള നമ്പേഴ്സിനാണ് പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുക. ഓക്കെ, ഐ തിങ്ക് it is clear for you, no? See, so since it is the intro session, I'm going to wind up. നമ്മൾ ഒരുപാട് എടുക്കുന്നില്ല. ഇത് ഞാൻ എടുക്കാണ്ടിരിക്കാൻ ഞാൻ ശരിക്കും ഒരു 45-50 മിനിറ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞാൻ അത്രയും ആക്കുന്നില്ല. കാരണം നിങ്ങൾക്കത് സ്റ്റാർട്ടിംഗ് ഡേ ആണ്. സ്റ്റാർട്ടിംഗ് ഡേയിൽ പല കൺഫ്യൂഷനും നന്നായി ഗ്രാസ്പ് ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിക്ക്, ഓരോ കുട്ടിക്കും ഞാൻ ആവർത്തിച്ച് പറയുന്ന പല കൺഫ്യൂഷനും ഈ ചാപ്റ്ററും മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ച കോൺസെപ്റ്റായിട്ട് വരും. അപ്പോൾ അവർക്കത് കമ്പയർ ചെയ്ത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയാക്കി ചുരുക്കുന്നു. Just practice well, twice, thrice, and distinguish them both chapters difference and all. Learn well. Okay, thank you.